ആവണി പെട്ടെന്ന് തന്നെ ഡേവിഡിൻ്റെ അടുത്ത് നിന്ന് മാറി നിന്നു. എന്നിട്ട് ഡേവിഡിൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഇതുവരെ കാണാത്ത ഒരു തിളക്കം ഉണ്ടായിരുന്നു അവൻ്റെ കണ്ണുകൾക്ക്. അവള് ഒരു നിമിഷം നിന്നുപോയി അവൻ്റെ ആ നോട്ടത്തിൻ്റെ മുമ്പിൽ. അപ്പോഴേക്കും ആവണിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു കേട്ടോ. അഞ്ജു ആയിരുന്നു അത്. ആവണി ഡേവിഡിനെ വീണ്ടും ഒന്ന് നോക്കിക്കൊണ്ട് കോൾ എടുത്തു. ഹലോ, അഞ്ജു, ദാ ഞാൻ ഇറങ്ങുവാ, ശരി കേട്ടോ എന്ന് പറഞ്ഞ് ആവണി ഫോൺ കട്ട് ചെയ്തു. ശേഷം ഡേവിഡിനെ നോക്കി പറഞ്ഞു, ശരി സർ, അഞ്ജു അവിടെ പോകാൻ റെഡിയായി നിൽക്കുകയാണ്, ഞാൻ പോകുന്നു എന്ന്. അല്ല, താൻ എങ്ങനെയാ വന്നത്? ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? ഡേവിഡ് ആവണിയോട് ചോദിച്ചു. വേണ്ട സർ, ഞാൻ അഞ്ജുവിൻ്റെ സ്കൂട്ടി എടുത്തിട്ടാ വന്നേ, ആവണി ഡേവിഡിനോട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആവണിയെ ഡ്രോപ്പ് ചെയ്യണമെന്ന് ഡേവിഡിന് ഒരു കുഞ്ഞാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ നടന്നില്ല. ശരി എന്നാ, നാളെ കാണാം, ഡേവിഡ് പറഞ്ഞു. അപ്പോൾ ആവണി ഒന്ന് മൂളിക്കൊണ്ട് പെട്ടെന്ന് സ്റ്റെപ്സ് ഇറങ്ങാൻ തുടങ്ങി. ഈ സമയം ഡേവിഡ് ആവണിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആവണി അവസാനത്തെ പടിയും ഇറങ്ങി മുകളിലേക്ക് നോക്കുമ്പോൾ കണ്ടത് ഡേവിഡ് അവളെ നോക്കി നിൽക്കുന്നതാണ്. ഡേവിഡ് അവളെ നോക്കി നിൽക്കുന്ന കണ്ടപ്പോൾ അവളുടെ ഉള്ളിലെ മിടുപ്പ് കൂടിയതുപോലെ അവൾക്ക് തോന്നി. ഇതുവരെ ഇല്ലാത്തൊരനുഭവം. ഇനി നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ട് ആവണി പെട്ടെന്ന് തന്നെ അഞ്ജുവിൻ്റെ സ്കൂട്ടി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. ഡേവിഡ് ആവണി പോകുന്നവരെ അവളെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. ആവണി പോകുന്നത് കണ്ടതും ഡേവിഡിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിടർന്നു കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയില്ല. ആ പുഞ്ചിരിയോടെ തന്നെ അവൻ പള്ളിയിലേക്ക് ചെന്നു. ആവണി വീട്ടിലെത്തിയതും അഞ്ജുവിനെ നോക്കാൻ വേണ്ടി നേരെ റൂമിലേക്ക് ചെന്നു. അവിടെ അഞ്ജു റെഡിയായി നിൽക്കുമായിരുന്നു പോവാനായിട്ട്. അഞ്ജു സേത്, ഞാൻ എത്തി, ആവണി വിളിച്ചു പറഞ്ഞു. എത്തിയോ? ഞാൻ നീ വരാൻ വൈകുമെന്ന് വിചാരിച്ചു. അല്ല, നിന്റെ അമ്മച്ചി ഇന്ന് വന്നില്ലേ? അഞ്ജു ആവണിയോട് ചോദിച്ചു. വന്നിരുന്നു, അമ്മച്ചി മനുമോളും ഉണ്ടായിരുന്നു. ഓഹോ, എന്നിട്ട് എന്തൊക്കെ പറഞ്ഞു നിന്റെ അമ്മച്ചി? അതോ, സ്ഥിരം പറയുന്ന അതേ ഡയലോഗ്. എൻ്റെ കുട്ടിയെ ഹെൽത്ത് ശ്രദ്ധിക്കണേ, എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അമ്മച്ചിയെ വിളിക്കണേ, ഫുഡൊക്കെ നന്നായി കഴിക്കണേ, എൻ്റെ മോൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കഴിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മച്ചിയെ വിളിച്ച് പറഞ്ഞ് അമ്മച്ചി ഉണ്ടാക്കിത്തരാം എന്നൊക്കെ ആയിരുന്നു. എന്താണെന്നറിയില്ല കേട്ടോ, പുള്ളിക്കാരത്തിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. നിനക്കറിയോടി, അനുമോള് പറഞ്ഞത് അവളേക്കാൾ ഇഷ്ടം എന്നെയാന്നാ. അതിലവൾക്ക് ഒരു കുഞ്ഞു കുശുമ്പൊക്കെ ഉണ്ട് കേട്ടോ, ആവണി പറഞ്ഞു. അതുണ്ടാവുമല്ലോ, ചിലപ്പോൾ നിന്റെ അമ്മച്ചിയുടെ സ്നേഹപ്രകടനം കാണുമ്പോൾ എനിക്കും ഡൗട്ട് അടിക്കാറുണ്ട് കേട്ടോ, സത്യത്തിൽ നിന്റെ സ്വന്തം അമ്മച്ചിയാണോ എന്ന്. കാരണം ഒരു കുഞ്ഞു കുട്ടിനെ പോലെയാ നിന്നെ അമ്മച്ചി നോക്കുന്നേ. നിന്റെ ഒരു കുഞ്ഞു വിഷമം പോലെ അമ്മച്ചിക്ക് വലിയ കാര്യമാണ്. നിന്റെ സ്വന്തമല്ലെന്ന് ആരും പറയില്ല കേട്ടാ, അഞ്ജു പറഞ്ഞു. ആടി, സത്യ. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് 1-2 വർഷത്തെ പരിചയമുള്ളെങ്കിലും പൂർവജന്മ ബന്ധമുള്ള പോലെ, ആവണി പറഞ്ഞു. എടി, പിന്നെ വേറൊരാളെയും കൂടി ഞാൻ പള്ളിയിൽ വെച്ച് കണ്ടിരുന്നു കേട്ടോ. അതാരാപ്പാ? അഞ്ജു ചോദിച്ചു. അതെ, നമ്മുടെ ഡേവിഡ് സാറിനെ. സാറിനെയാ? സാറെന്താ അവിടെ? ഇതേ ചോദ്യാടി ഞാൻ സാറോടും ചോദിച്ചത്, ആവണി പറഞ്ഞു. എടി, എന്നിട്ട് കടുവ എന്തു പറഞ്ഞു? പള്ളിയിൽ ആളുകൾ എന്തിനാ വരിക എന്നാ എന്നോട് ചോദിച്ചത്. ദേഷ്യത്തിൽ വല്ലതും ആണോടി ആ കടുവ ഇത് പറഞ്ഞത് അവസേ? അയ്യേ അല്ലടി, സാറ് ചിരിച്ചുകൊണ്ടാ പറഞ്ഞത്. അയാൾക്ക് ചിരിച്ച് സംസാരിക്കാനല്ല അറിയോ? നീയായതുകൊണ്ടാവും, അഞ്ജു പറഞ്ഞു. പോടി, സാർ എന്നോട് മാത്രം ചിരിച്ച് സംസാരിക്കാൻ നിൽക്കുകയല്ലേ ഇപ്പോൾ. ഇന്ന് പള്ളി വെച്ച് കണ്ടത് കൊണ്ടാവും. ചിലപ്പോൾ ഓഫീസിൽ മാത്രമാവും സാർ ഇത്ര ഗൗരവത്തിലിരിക്കുന്നേ. ആയിരിക്കും. ആവണി അത് പറഞ്ഞുകൊണ്ട് അവർക്ക് കഴിക്കാനുള്ള ഫുഡ് എടുത്ത് വെച്ചു. സാറ് പിന്നെ ഒന്നും സംസാരിച്ചില്ലേടി? ഫുഡ് കഴിക്കുന്നതിനിടെ അഞ്ജു ചോദിച്ചു. പിന്നെ നിന്നെപ്പറ്റി ചോദിച്ചു. എന്നെ പറ്റിയോ? എന്നെപ്പറ്റി എന്താ ചോദിച്ചേ? അത് വേറെ ഒന്നുമല്ലടി, നീ ഇവിടെ ഉണ്ട്, ഞാൻ വന്നിട്ട് വേണം നിനക്ക് പോവാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സാറ് ചോദിച്ചു നമ്മളെങ്ങനെ പരിചയമെന്ന്. അങ്ങനെയാണോ? ഞാൻ വിചാരിച്ചു എൻ്റെ കാര്യം അറിയാൻ ഭയങ്കര ആഗ്രഹ പുള്ളിക്കെന്ന്. പ്രതീക്ഷിച്ചു. യോഗമില്ല, അഞ്ജു ചെറിയ സ്വരത്തിൽ പറഞ്ഞു. അഞ്ജുസേ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ?
ആവണി അഞ്ജുവിനോട് ചോദിച്ചു. ഏ ഇതെന്താടി പുതിയ ചോദ്യം? നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ ഒരു മുഖ വരേണ്ട ആവശ്യമുണ്ടോടി? അതൊന്നുമില്ലടി. നീ എന്താ നിന്റെ വീട്ടുകാരെ പറ്റി എന്നോടൊന്നും പറയാത്തെ? നീ അവിടുത്തെ ഒരു വിശേഷവും ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, ആവണി അഞ്ജുവിനോട് ചോദിച്ചു. അഞ്ജു ഒരു നിമിഷം കഴിക്കുന്നത് നിർത്തി. എന്നിട്ട് ആവണിയെ നോക്കി. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ അവിടെ നിന്നോട് പറയാൻ മാത്രമുള്ള വിശേഷമൊന്നും ഇല്ലടി. അതാ ഞാനൊന്നും പറയാത്തെ. വീട്ടിലെത്തിയ എൻ്റെ ലോകം എൻ്റെ റൂമാണ്. പക്ഷേ ആ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കൊന്നും അല്ല കേട്ടോ. അച്ഛനും ലതമ്മയും അനിയന്മാരും ചെറിയച്ഛനും ചെറിയമ്മയും പിന്നെ അവരുടെ മക്കളും അങ്ങനെ കുറേ പേരുണ്ട്. പക്ഷേ എല്ലാവരും അവരവരുടെ തിരക്കിലാണ്. രാവിലെയും രാത്രിയും ഫുഡ് കഴിക്കാൻ നേരം മാത്രം എല്ലാവരും ഒരുമിച്ചുണ്ടാവും കേട്ടോ. അപ്പോഴാ സത്യത്തിൽ എല്ലാവരെയും കാണാൻ പറ്റുന്നത് തന്നെ. നിനക്കറിയോടി, എൻ്റെ അച്ഛനെ ഞാൻ എന്താ ഇപ്പം ചെയ്യുന്നതെന്ന് പോലും അറിയില്ല. ഇന്നാൾ ഒരാൾ ചോദിച്ചപ്പോൾ മകൾ ഡിഗ്രിക്ക് പഠിക്കുക എന്നാ എൻ്റെ അച്ഛൻ പറഞ്ഞേ. പഠിപ്പ് കഴിഞ്ഞ് 6 വർഷമായതൊന്നും എൻ്റെ അച്ഛന് ഇതുവരെ അറിയില്ല. അല്ല, എങ്ങനെ അറിയാനാ? ഫുൾ ടൈം ബിസിനസ് പറഞ്ഞ് നടക്കല്ലേ. നിനക്കറിയോടി, എൻ്റെ ചെറുപ്പത്ത് പാരൻസ് ഡേക്കും ആനുവൽ ഡേക്കൊക്കെ എൻ്റെ സ്കൂളിൽ വന്നിരിക്കുന്നതേ എൻ്റെ ആയമാരാ. സ്കൂളിൽ നല്ല ഡൊണേഷൻ കൊടുക്കുന്നത് കൊണ്ട് ആരും അതിലൊരു പരാതിയും പറയാറില്ല. അതുകൊണ്ട് അങ്ങേര് ഞാൻ സ്കൂളിലാണ് എന്ന് പറയാത്തത് ഭാഗ്യം. പിന്നെ ഒന്നുണ്ട് കേട്ടോ, എത്ര വലിയ തിരക്കാണെങ്കിലും 1-ാം തീയതി എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു വലിയൊരു എമൗണ്ട് വരും. അത് നമ്മൾ സാലറി കയറാത്ത മുമ്പ്. എൻ്റെ പോക്കറ്റ് മണിയാട്ടോ എൻ്റെ അച്ഛൻ തരുന്നത്. പക്ഷേ അതിൽ 1 രൂപ പോലും ഞാൻ ഇന്നേ വരെ എടുക്കില്ല. എന്തോ എനിക്കതെടുക്കാൻ ഇഷ്ടമല്ല. അഞ്ജു പറയുന്നത് ആവണി ശ്രദ്ധയോടെ കേട്ടിരുന്നു. അഞ്ജുവിൻ്റെ ശബ്ദം ഇടറുന്നുണ്ടെന്ന് ആവണിക്ക് മനസ്സിലായി. ഇത്രയും സങ്കടം ഒതുക്കിയിട്ടാണോ ഈ പെണ്ണ് ഇങ്ങനെ ചിരിക്കുന്നേ എന്ന് അവൾ ഓർത്തു. എടി പെണ്ണെ, ഞാൻ ചോദിച്ചത് നിനക്ക് വിഷമമായോടി? ആവണി അഞ്ജുവിനോട് ചോദിച്ചു. അയ്യേ, ഇതിലെന്ത് വിഷമിക്കാനുള്ളത്? നീ ആ കറിയൊന്നും എടുത്തു തന്നെ, ഞാനിതൊന്ന് വിശാലായി കഴിക്കട്ടെ, അഞ്ജു പറഞ്ഞു. എന്നിട്ട് അവൾ ആസ്വദിച്ച് ഫുഡ് കഴിച്ചു. ആവണിക്ക് മനസ്സിലായി അഞ്ജുവിന് നല്ല വിഷമമുണ്ടെന്ന്. നല്ല വിഷമം വരുമ്പോഴാണ് അവൾ നല്ലോണം. അങ്ങനെ അഞ്ജു ആവണിയും കൂടി ഫുഡ് കഴിച്ചു കഴിഞ്ഞ ശേഷം അഞ്ജു അവളുടെ വീട്ടിലേക്ക് പോവാൻ ഇറങ്ങി. കൂടെ ആവണിയും. ആവണി ഓർഫനേജിലാക്കിയിട്ടാണ് അഞ്ജു തിരിച്ചു പോയത്. ആവണി ഓർഫനേജിൻ്റെ ഉള്ളിലേക്ക് കയറിയതും കണ്ടത് അവിടുത്തെ തന്നെ ചെറിയ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് വരുന്ന റോസിയമ്മയാണ്. റോസിയമ്മയുടെ കയ്യിലുള്ള കുഞ്ഞാണ് ആ ഓർഫനേജിൽ തന്നെ ഏറ്റവും ചെറിയ കുഞ്ഞ്. ആ കുഞ്ഞിനെ ഏകദേശം 1 വർഷം മുമ്പാണ് അമ്മ തൊട്ടിലിൽ നിന്ന് ആ കുഞ്ഞിനെ അവർക്ക് കിട്ടുന്നത്. ആവണി ആ കുഞ്ഞിനെ റോസിയമ്മയുടെ അടുത്ത് നിന്ന് വാങ്ങി. ഇതാരാ വന്നിരിക്കുന്നേ? ആവണിയേച്ചിയുടെ മാലക കുഞ്ഞല്ലയോ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു ആവണി. മോളാകെ ക്ഷീണിച്ചു പോയല്ലോ റോസിയമ്മച്ചി, എന്ത് പറ്റിയത് എൻ്റെ കുഞ്ഞിന്? ആവണി പറഞ്ഞു. അതെ മോളെ, 2 ദിവസമായിട്ട് കുഞ്ഞിന് നല്ല പനിയും ജലദോഷമൊക്കെ ആയിരുന്നു. ഒരു വസ്തു കഴിക്കില്ലായിരുന്നേ, ആകെ പാടുപെട്ടു, റോസി അമ്മച്ചി പറഞ്ഞു. ആണോടി ചക്കരെ, എൻ്റെ കുഞ്ഞിന് വയ്യായിരുന്നു എന്ന് പറഞ്ഞ് വീണ്ടും ഒരു മുത്തം കൊടുത്തു ആവണി. അമ്മച്ചിക്ക് എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? വിളിക്കാ പറഞ്ഞതാ, അതരമ്മ സമ്മതിച്ചില്ല, മോളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞു. ഹോ, അല്ല ബാക്കിയുള്ളവരൊക്കെ എവിടെ അമ്മച്ചി? ആവണി ചോദിച്ചു. അവരെല്ലാം അപ്പുറത്ത് കളിക്കുന്നുണ്ട് മോളെ. ഏഞ്ചലും മോള് കരഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അവളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ ഒന്ന് തലോടിക്കൊണ്ട് റോസിയമ്മ പറഞ്ഞു. ആണോടിക്കുറുമ്മി, നീ കരഞ്ഞോ? ആവണി കുഞ്ഞിൻ്റെ വയറ് ഇക്കിളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അവളങ്ങനെ ചെയ്തപ്പോൾ കുടുകുടെ ചിരിച്ചുകൊണ്ട് തോളിലേക്ക് കിടക്കുമായിരുന്നു കുഞ്ഞ്. മോളെ, എന്താ റോസിയമ്മ? ഇന്നാണ് ഏഞ്ചൽ മോളെ കൊണ്ടുപോവാൻ അന്ന് വന്നവർ വരുന്നത്. ആണോ? മോള് വാ, മദറമ്മയുടെ അടുത്ത് പോവാ എന്ന് പറഞ്ഞ് റോസിയമ്മ ആവണിയും കൂട്ടി മദറമ്മയുടെ അടുത്തേക്ക് എത്തി. മദറമ്മ മറ്റു കുട്ടികളെ കളിക്കുന്നത് കണ്ട് അവരോടൊപ്പം നിൽക്കുമായിരുന്നു. ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് മാവിൻ ചുവട്ടിൽ മദറമ്മയോടൊപ്പം കുട്ടികളുടെ കളിച്ചിരികൾ കണ്ടുകൊണ്ട് ഇരിക്കുന്ന മറ്റൊരാളെയും കൂടി കണ്ടത്.
ആരാന്നറിയോ? നമ്മുടെ ഡേവിഡിനെ കണ്ട് അതിശയിച്ച് നിൽക്കുമായിരുന്നു നമ്മുടെ ആവണി. അവൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ അങ്ങനെ നോക്കി നിൽക്കുന്ന ആവണയെ മദറമ്മ വിളിച്ചു. മോളെ ആവണി, എന്ത് ഇങ്ങനെ ഡേവിഡിനെ നോക്കുന്നേ? മദറമ്മ ചോദിച്ചു. അതോ, ഇന്ന് ആവണി പ്രതീക്ഷിക്കാത്ത സ്ഥലത്തെല്ലാം എന്നെ കണ്ടതുകൊണ്ടാവാം അല്ലേ ആവണി? ഡേവിഡ് മദറമ്മയോടും ആവണിയോടും ആയി പറഞ്ഞു. ആ, മോൻ പറഞ്ഞിരുന്നു മോളെ പള്ളിയിൽ വെച്ച് കണ്ടിരുന്നു എന്ന്. മോളുടെ കൂട്ടുകാരി അഞ്ചു വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെയല്ല ആ മദറമ്മ, ഇന്നലെ അവൾ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഫോൺ വിളിച്ചപ്പോൾ പറയാൻ വിട്ടതാ. എന്നെ ഇവിടെ ആക്കിയിട്ടാണ് അവൾ പോയത്, ആവണി മദറമ്മയോട് പറഞ്ഞു. ഓഹോ, എന്നാ പിന്നെ എന്താ ആ കൊച്ചി ഇവിടെ വരെ വന്നിട്ട് ഇങ്ങോട്ട് കയറാഞ്ഞേ? മദറമ്മ ആവണിയോട് ചോദിച്ചു. ആ മദർ, അവൾക്ക് ഇത്തിരി തിരക്കുണ്ട്, അവൾ പിന്നീട് ഒരു ദിവസം കയറാ പറഞ്ഞു. ആ ആണോ? എന്നാൽ ശരി, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഓഫീസ് റൂമിലുണ്ടാവും. മോനെ, അവർ 1 മണിക്കൂറിനുള്ളിലല്ലേ വരാ പറഞ്ഞേ? ആ അതെ മദർ. ആ ശരി എന്നാ എന്ന് രണ്ടുപേരോടും പറഞ്ഞ ശേഷം മദറമ്മ പോവാൻ തുടങ്ങി. ഡേവിഡും മദറമ്മയും ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ആവണി അവരെ രണ്ടാളെയും മാറി മാറി നോക്കി. ആവണിയുടെ നോട്ടം കണ്ട് മദർ ആവണിയോട് ആരെക്കുറിച്ചാണ് പറഞ്ഞെന്ന് പറയാൻ നിന്നതും ഡേവിഡ് മദറമ്മയെ വിളിച്ചു. മദർ, ആവണിയോട് ഞാൻ കാര്യങ്ങളെല്ലാം പറയാം, ഡേവിഡ് പറഞ്ഞു. എന്നാൽ ശരി എന്ന വണ്ണം മദർ ആവണിയെ ഒന്ന് നോക്കിക്കൊണ്ട് ഓഫീസ് റൂമിലേക്ക് പോയി. ആവണി ഡേവിഡിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഡേവിഡ് പറയാൻ തുടങ്ങി. ഡേവിഡ് എന്താ പറഞ്ഞതെന്ന് നമുക്ക് അടുത്ത പാട്ടിൽ നോക്കാം കേട്ടോ. പിന്നെ ഇത്തിരി ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റായി. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.